AI വരുന്നത് കൊണ്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ഫോഴ്സിനെ കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ കുറയ്ക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേഷ്യൻറ്റിന് MRI സ്കാൻ വേണ്ടെങ്കിലും അവർക്കത് പ്രിഫർ ചെയ്യുന്നുണ്ടോ? കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് എക്സ്പെൻസീവ് ആകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അനീഷ് തന്നെ നേരത്തെ പറഞ്ഞു മെഡിസിൻസിൻ്റെ കാര്യം. ആര് കാണണമെന്ന് പറഞ്ഞാലും ആസ് എൻ ഇൻഡിവിജ്വൽ ഞാനത് വെൽക്കം ചെയ്യാറുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസും നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. ഹോസ്പിറ്റലിൽ കൂടുതലും നമ്മൾ പോകുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് യോഗ്യനായ ഒരാളെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം SUT ഹോസ്പിറ്റൽ CEO കേണൽ രാജീവ് മണാലി. സർ, സ്വാഗതം. സർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നമ്മൾ വരുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി നമുക്ക് ഗുണകരമായി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാപ്പിനെസ്സും കൂടി കിട്ടും. SUTയിൽ വരുന്ന എല്ലാ പേഷ്യൻസും അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്ത് തോന്നുന്നു ഈ ഒരു ജേർണിയിൽ സാറിന് എന്താണ് ഫീൽ ചെയ്തത്? അനീഷ പറഞ്ഞ വളരെ ശരിയാണ്. ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ പല തരം വേവലാതികളുമായിട്ടാണ് വരുന്നത്. ആശങ്കകളുണ്ട്. ഉറ്റവർക്കും ഉടയവർക്കും എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളൊരു ആശങ്ക സ്ഥായിയായിട്ട് കൂടെയുണ്ട്. അപ്പോൾ ആ ആശങ്കകൾ വെച്ചിട്ട് പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഈ കെയർ ഗീവേഴ്സിന് ബുദ്ധിമുട്ട് വരത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആംബിയൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ ഒരു എൻവയൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഡോക്ടർമാർ തുടങ്ങി താഴോട്ട്, അതായത് നഴ്സുമാർ, അറ്റൻഡർമാർ, അങ്ങനെ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്, പറഞ്ഞാൽ മനസ്സിലാകുന്നു ഉണ്ട്. പക്ഷേ ഒരു ദിവസം 8 മണിക്കൂർ ജോലിയിൽ പലരായിട്ട് ഇങ്ങനെ ഇറിറ്റൻസ് വരുമ്പോൾ ജീവനക്കാർക്കും ഒരുപക്ഷെ കൺട്രോൾ കിട്ടണമെന്നില്ല, ഇറിറ്റേഷൻ വരാം. ചിലർ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും എംപതി ആൻഡ് കമ്പാഷൻ, ഈ 2 കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാരിൽ നിന്നും സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്നത്. അത് അവർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരോടുള്ള സമീപനം മോശമാകാൻ പാടില്ല. അപ്പോൾ ഇതിന് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇത് തനിയെ വരുന്നതല്ല, തനിയെ വരുന്നവരും ഉണ്ടാകാം. പക്ഷേ 100% അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പ്രശ്നങ്ങളുള്ളവരുണ്ട്, അവരുടെ പ്രശ്നങ്ങളും പലപ്പോഴും ഇതിൽ പ്രതിഫലിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഇത് ചെയ്യാവുന്നത് എല്ലാവരെയും കഴിയുന്നത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക, അവരെ ട്രെയിൻ ചെയ്യുക. ഇത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലും ശ്രദ്ധിക്കുന്നുണ്ടാകാം. എനിക്ക് തോന്നുന്നു സാറ് തന്നെ ഇത്രയും വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാക്കിയുള്ള പേഷ്യൻസ് ആയിരുന്നാലും ഇപ്പം അവരെന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് സാറിൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യാൻ നമുക്കൊരു ചാനൽ വേണം. ചാനൽ ഉണ്ട്. അത് ഓപ്പറേഷൻസ് മാനേജർ ആയാലും നഴ്സിംഗ് സൂപ്രണ്ടായാലും നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഡോക്ടർമാരും എല്ലാവരെയും പലപ്പോഴായിട്ട് സമീപിക്കാറുണ്ട്. ചിലർ ഇല്ല MDയും CEO തന്നെ കാണണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ആര് കാണണം എന്ന് പറഞ്ഞാലും ആസ് എൻ ഇൻഡിവിജ്വൽ ഞാനത് വെൽക്കം ചെയ്യാറുണ്ട്. ഒരു ആക്സസിബിലിറ്റി. അപ്പോൾ ഞാൻ ആക്സസിബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സമീപനം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയായിരിക്കും റെസ്പോൺസും വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല വലിയ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ കുറേ മയപ്പെടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട്
എന്നെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന്, യു മസ്റ്റ് ബി ആക്സസിബിൾ. രണ്ടാമത്തത്, ഇവിടെ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷമാപണം മുൻകൂറായി തന്നെ കൊടുക്കുക. പിന്നെ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്കൊരു അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഇല്ലാതാവും എന്നുള്ളതാണ് ഞാൻ പൊതുവിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സാർ, ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത്, കേരളത്തിൽ ഉടനീളം ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽസിൽ CEO ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് സാർ. ഇങ്ങനെ നോക്കുമ്പോൾ, ഹോസ്പിറ്റൽസിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കോസ്റ്റ് കട്ടിങ് വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതുമാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ കൂടുതലും മെഡിസിൻസിനായിരുന്നാലും അവരുടെ ട്രീറ്റ്മെൻറ്റിനായിരുന്നാലും ഓപ്പറേഷൻസ്, സർജറീസ്, ഇതിനെല്ലാം കുറച്ച് കൂടുതൽ കാശ് വാങ്ങുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് എക്സ്പെൻസീവ് ആകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അനീഷ് തന്നെ നേരത്തെ പറഞ്ഞു മെഡിസിൻസിൻ്റെ കാര്യം. മെഡിസിൻസ് മാത്രമല്ല, ഇപ്പോൾ ഒരു യൂട്ടിലിറ്റീസ്, നമ്മൾ ഏറ്റവും ചെറിയ സംഗതികൾ, ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന സംഗതികളിൽ നിന്ന് തുടങ്ങാം. ഇലക്ട്രിസിറ്റി, വെള്ളം, ഇതിൻ്റെ കോസ്റ്റ് വളരെ വലുതാണ്. സംഗതി നമുക്ക് എപ്പോഴും വേണ്ട സാധനമാണ്, നമ്മൾ സുലഭമാണ്. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ ചാർജസ് അമിതമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ തുടങ്ങും ബില്ലിൽ പ്രതിഫലിക്കുന്നത്. രണ്ടാമത് മെഡിസിൻസ് ഇപ്പോൾ ജനറിക് മെഡിസിൻസ് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മിക്കവാറും ആൾക്കാർക്കും മുന്തിയ മരുന്ന് തന്നെ വേണം. അപ്പോൾ അത് ഡോക്ടർമാരോട് പറയും. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ജനറിക് മെഡിസിൻ വേണോ ബ്രാൻഡഡ് മെഡിസിൻ വേണോ എന്ന് ചോദിച്ചാൽ ബ്രാൻഡഡ് മെഡിസിൻ, എനിക്ക് അസുഖം ഭേദമാകണം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഈ ജനറിക് ഡ്രഗ്സും ബ്രാൻഡഡ് ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം മിക്കവാറും പേർക്കും അറിയില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ജനറിക് യൂസ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാലും മിക്കവാറും കേസുകളിൽ ബ്രാൻഡഡ് മെഡിസിൻ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ഈ മോളിക്യൂൾസ് എല്ലാം നല്ല മോളിക്യൂൾസ് ആയിരിക്കണം, റിസർച്ച് മോളിക്യൂൾസ് ആയിരിക്കണം എന്ന് നിർബന്ധിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചാർജ് വരുമല്ലോ. ആ ചാർജാണ് എൻ്റെ ഒരു പ്രധാന ഘടകം. പിന്നെ MRI, കാത്ത് ലാബ്, CT, അൾട്രാസൗണ്ട്, ഇതിനൊക്കെ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതാണ്. രണ്ടാമത്തത് അത് റൺ ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു MRI അത് ഒന്നാമത് 24 മണിക്കൂർ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്ന ആ ചെലവ്, ആ റണ്ണിങ് കോസ്റ്റ് മാത്രം മീറ്റ് ചെയ്യാൻ ഒരു ദിവസം ഒരു 18 എക്സ്പോഷറെങ്കിലും വേണം. ആ 18 എക്സ്പോഷർ വന്നില്ലെങ്കിൽ അത് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ ലോസ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അമിതമായ അല്ലെങ്കിൽ വലിയ ഭാരിച്ച തുകയാണ് മെയിൻ്റനൻസിന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടത്. പിന്നെ സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങി എല്ലായിടത്തും ആൾക്കാർ വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. ഇപ്പോൾ AI വന്നാൽ വർക്ക് ഫോഴ്സ് കുറയും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ വർക്ക് ഫോഴ്സിൻ്റെയും കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ദം അത് കൂടി വരികയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ DA തന്നെ എല്ലാ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആരും അറിയുന്ന സംഗതികളല്ല. പിന്നെ ബാക്കി മിനിമം വേജസ്, അത് അങ്ങനെ പല സംഗതികളും വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് തന്നെ ഒരു കോസ്റ്റ് ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സ് കോസ്റ്റ്, ഡോക്ടേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ ഒരു റിട്ടൻഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതിനപ്പുറം പ്രൊസീജിയേഴ്സിനൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഡിവൈസസ്, എക്യുപ്മെൻറ്റ്സ്, ചെറിയ സംഗതികൾക്ക് പോലും വലിയ വിലയാണ്. പല എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിവൈസസും നമ്മുടെ പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഫീൽഡ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ഡിവൈസസ്, എക്യുപ്മെൻറ്റ്സിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. അതും വന്നാൽ കുറേയും കൂടെ ഭേദമാകും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ്, AMC, CMC എന്നൊക്കെ വരും. വളരെ ഭീമമായ ഒരു MRIയുടെ CMC കോസ്റ്റ് വെറുതെ ചുരുക്കി പറയുകയാണെങ്കിൽ
വർഷത്തിൽ 36 ലക്ഷം രൂപയാണ്. ഞാൻ വേറൊരു കോൺട്രവേഴ്സിയിലോട്ട് പോവുകയല്ല. അപ്പോൾ ഈ ഒരു കോസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ MRI സ്കാൻ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ചെലവ് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പേഷ്യന്റിന് MRI സ്കാൻ വേണ്ടെങ്കിലും അവർക്കത് പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല. ഓക്കെ. കാരണം ഇവിടെ ഒന്നിനും ആരെയും നിർബന്ധിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. വേണ്ടത് ഇപ്പോൾ ഇന്ന സംഗതി ആവശ്യമുണ്ട് എന്നവരോട് പറയുക, അവർക്കതിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി പേരുടെ സംശയമായിരിക്കും അത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. ഇവിടെ അങ്ങനെ അടിച്ചേൽപ്പിക്കാറുമില്ല. പക്ഷേ ഇപ്പോൾ വെന്റിലേറ്റർ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഈ വെന്റിലേറ്ററിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും പലയിടത്തും കേൾക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെന്റിലേറ്ററിലേക്ക് പോകുന്നത്. വെന്റിലേറ്റർ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ ആവശ്യമുണ്ടെങ്കിൽ അത് രോഗികളുടെ ബന്ധുക്കളോട് പറയേണ്ടിയിരിക്കുന്നു. പറഞ്ഞ് അവരുടെ സമ്മതം കൂടി വാങ്ങിച്ചിട്ടേ വെന്റിലേറ്ററിൽ ഒരാളെ ആക്കാൻ പാടുള്ളൂ. അല്ലാതെ വന്നാൽ അതിന് കംപ്ലയിൻസ് വരും. ആ കംപ്ലയിൻസ് വരുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു ഹോസ്പിറ്റലിനെയും ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. അപ്പോൾ ആ ജീവന് ഹാനികരമായിട്ടുള്ള ചുറ്റുപാടുകളാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി വെന്റിലേറ്റർ വരെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്ന് പറയേണ്ട ഒരു ചുമതല, ഒരു കടമ ഡോക്ടർക്കുണ്ട്. അതുപോലെ ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിനുമുണ്ട്. അവർക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത്. പക്ഷേ ജീവനില്ലാതെ വരുമ്പോൾ വെന്റിലേറ്ററിലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടതിനെന്ന് പിന്നെ തോന്നിയിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ വെന്റിലേറ്ററിൽ ഒരിക്കൽ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരാതെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക നിയമാനുസൃതമല്ല. അപ്പോൾ ഈ പല കാര്യങ്ങൾ നിയമം എന്തനുശാസിക്കുന്നോ അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും അങ്ങനെയുള്ള സങ്കീർണതകൾ വരാറുണ്ട്. എനിക്ക് എൻ്റെ ബന്ധുവിനെ വെന്റിലേറ്ററിലാക്കണ്ട, അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ അതിന് ഒരു നിയമവശം കൂടെയുണ്ട്. യൂത്തനേഷ്യ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ട് പിന്നെ ഇപ്പോൾ ഒരു വെന്റിലേറ്ററിലാക്കിയിട്ടും വലിയ പ്രയോജനമില്ലെന്ന് തോന്നുന്ന കേസസ് അവരുടെ കൺസെൻറ്റോടുകൂടി അത് നിയമപരമായിട്ട് വേണ്ട രേഖകളോടുകൂടി ഒരു പക്ഷേ അത് മാറ്റാവുന്നതായിരിക്കാം. പക്ഷേ ഇതൊക്കെ സങ്കീർണതകളുള്ളതാണ്. അത് മ്യൂച്വലി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ്. സർ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു നിലയ്ക്ക് തന്നെ ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഇത്രയും വലിയ ചെലവുകൾ ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു കോസ്റ്റ് കട്ടിങ് എങ്ങനെ കൊണ്ടുപോകാമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്? അനീഷയുടെ ചോദ്യം വളരെ വളരെ നല്ല ചോദ്യമാണ്, സാങ്കത്യമുള്ള ചോദ്യമാണ്. ഞാൻ ഇത് SCAT കുറിച്ച് പൊക്കിപ്പറയാൻ വേണ്ടി പറയുകയല്ല. ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ടാരിഫ് കൂട്ടിയിട്ടില്ല. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ 7 വർഷം തുടർച്ചയായി ടാരിഫ് കൂട്ടാത്ത വേറെ ഹോസ്പിറ്റലുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാത്തിനും വില കൂടുമ്പോൾ, ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടണ്ടേ? അതാണ് സാധാരണഗതിയിൽ നടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഞങ്ങളൊരു സമീപനം എടുത്തിരുന്നു. തീരെ വയ്യാതെ അല്ലെങ്കിൽ സാധിക്കില്ലെന്ന് വരുന്ന ഒരു ഘട്ടം വരാതെ ടാരിഫ് കൂട്ടില്ല എന്നുള്ളത്. ഇതുവരെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു, പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ മിക്ക ഹോസ്പിറ്റലുകളിലും, ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, പല അനാവശ്യ ചെലവുകളും വരുന്നുണ്ട്. ഇപ്പോൾ കൺസ്യൂമബിൾസ്, എക്സ്പെൻഡബിൾസ്, പിന്നെ ഈ ക്ലീനിങ് മെറ്റീരിയൽസ്, അങ്ങനെ പലതും. ഓരോന്നിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അനാവശ്യ ചെലവാണെന്ന് തോന്നുന്നത് ജീവനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ
കോസ്റ്റ് കട്ടിങ് വളരെ പോസിബിളാണ്. പക്ഷെ അതിന് എല്ലാവരും കൂടി വിചാരിക്കണം, ഇത് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ സംഗതിയല്ല. പറഞ്ഞ് മനസ്സിലാക്കി വേസ്റ്റ് എവിടെയുണ്ടോ അത് എടുത്ത് മാറ്റുക, നീക്കം ചെയ്തിട്ട് വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ ഇത് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അത് ഇവിടെ ഞങ്ങളത് പ്രാവർത്തികവും ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ എ ആക്കുന്നു, അപ്പോൾ ജീവനക്കാരുടെ പാതി പണിയും എ ചെയ്തോളും എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ റോബോട്ടിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ എൻകറേജ് ചെയ്യുന്നുണ്ടോ സാർ? ഈ എ ഐ വരുന്നത് കൊണ്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ഫോഴ്സിനെ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറയ്ക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന കാലത്തും ഇതൊക്കെ തന്നെയാണ് വാദഗതികൾ പറഞ്ഞിരുന്നത്. അത് നമ്മൾ മനുഷ്യന് ബുദ്ധിയും കഴിവും കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട്. അപ്പോൾ എ ഐ ഉയർത്തുന്ന ആശങ്കകൾ എന്നെ സംബന്ധിച്ച് ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. ടെക്നോളജി അത് എങ്ങനെ എവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ, അധ്വാനം ലഘൂകരിക്കാനും കോസ്റ്റ് കട്ടിങ് കൊണ്ടുവരാനും അത് ഉടനെ പ്രാവർത്തികമാക്കണം എന്ന് കൂടെ വിശ്വസിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി വന്നോട്ടെ, അത് വളരും തോടും അത് ഞങ്ങളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. കോസ്റ്റ് മാത്രമേ അവിടെ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ റോബോട്ടിക് സർജറിയെക്കുറിച്ച് അന്വേഷിച്ച് ചോദിച്ചു. റോബോട്ടിക് സർജറി ഡെഫിനറ്റ്ലി അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷേ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഓപ്പൺ സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി, കീ ഹോൾ സർജറിക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉചിതം എന്താണെന്ന് വെച്ചാൽ അത് ആ രോഗിക്ക് വിട്ടുകൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ഇത്ര കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, കീ ഹോൾ സർജറി ആണെങ്കിൽ ഇത്ര കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, റോബോട്ടിക് സർജറി ആണെങ്കിൽ ഇത്ര വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? അപ്പോൾ അവരവരുടെ സാമ്പത്തിക സ്ഥിതിയും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ പ്ലസസ് ആൻഡ് മൈനസ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത ഹോസ്പിറ്റൽ ജീവനക്കാർക്കുണ്ട്. അത് വെച്ചിട്ട് തീരുമാനമെടുക്കേണ്ടത് രോഗിയാണ്, അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോസ്റ്റ് പിന്നൊരു കൺസേൺ ആവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗി വരുന്നു, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ നേരെ റോബോട്ടിക് സർജറിക്ക് ഉദാഹരണത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഒരു ചിന്ത വരാം, ഞാൻ ഓപ്പൺ സർജറി ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഭീമമായ തുക ആവില്ലായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാ കാര്യങ്ങളിലും പേഷ്യൻസ് റൈറ്റ്സിനെ മാനിച്ചുകൊണ്ട് അവർക്ക് സംഗതികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തീരുമാനം അവർക്ക് വിടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ കോസ്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, അതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, പുതിയ പുതിയ ഹോസ്പിറ്റൽസ് അവിടെ ഇവിടെ ആയിട്ട് പൊങ്ങി വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഈ ഒരു ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഒത്തിരി സ്ഥലത്ത് വരുന്നത്, ഈ ഒരു മത്സരം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടോ ഹോസ്പിറ്റൽസ് തമ്മിൽ? ഇതിൽ ഒരു ആവശ്യകതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മാത്രം എടുക്കാൻ തൽക്കാലം നമുക്കെല്ലാവർക്കും പരിചിതമായ സ്ഥലമായതുകൊണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ആരോഗ്യ മേഖല സാച്ചുറേറ്റഡ് ആണ്. ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും മെഡിക്കൽ കോളേജസ് ആയാലും എല്ലാം ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. ഇതിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ തിരുവനന്തപുരം പോലൊരു ജില്ലയ്ക്ക് സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ കൂടുതൽ ഹോസ്പിറ്റലുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കുക? മിക്കവാറും ഒരു അനാരോഗ്യകരമായ മാർക്കറ്റിംഗ് സംവിധാനം വരാൻ സാധ്യതയുണ്ട്. അത് പേഷ്യൻസിന് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ആവശ്യമുള്ള ചികിത്സയെ പാടുള്ളൂ. പിന്നെ ചികിത്സയില്ലാത്ത രോഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ മോഡേൺ മെഡിസിന് ചികിത്സിക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഏതൊക്കെയാണ് രോഗങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് എല്ലാ കാര്യങ്ങളും രോഗികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡിസ്കഷന് ശേഷം ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ ഈ
ഹോസ്പിറ്റലിൽ പല പല ഫെസിലിറ്റീസും ഉണ്ടാവും. ഇപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ അങ്ങേയറ്റം എക്സ്പെൻസീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഡിവൈസസും മറ്റു സംഗതികളും യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് രോഗിയും പരിചാരകരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വരുന്നത് നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പുറത്തുനിന്ന് നോക്കിയാൽ ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുമാതിരി ഇരിക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ വേണമെന്നുള്ളവരും ഉണ്ടാകാം. പക്ഷേ സാധാരണക്കാരൻ്റെ മേൽ ഒരു 5 സ്റ്റാറിൻ്റെയോ 7 സ്റ്റാറിൻ്റെയോ കോസ്റ്റ് അടിച്ചേൽപ്പിക്കുന്നത് അനാരോഗ്യകരമായൊരു സംഗതിയാണ്. അത് പാടില്ല എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ഈ ആവശ്യമുള്ളതല്ലേ നമുക്ക് വേണ്ടൂ. ആവശ്യമില്ലാത്ത സംഗതികൾ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒത്തിരി കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൻ്റെ കാര്യങ്ങളായിരുന്നാലും എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിനെ സമീപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും. എനിവേ, താങ്ക് യു സർ. SUT CEO കേണൽ രാജീവ് മണാലി സാറായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു സർ.